വെരി ഗുഡ് ആഫ്റ്റർനൂൺ ട്രേഡേഴ്സ്. അപ്പം ഞാൻ ഇന്ന് സൺഡേ ആണ്. സൺഡേയിൽ അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് സൺഡേയിൽ അപ്പം ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ്, അതായത് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഷെയർ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാനപ്പോൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ട്രേഡിങ്ങിൽ മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിസ്ക് റിവാർഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, റിസ്ക് റിവാർഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ട്രേഡ് എൻട്രി ചെയ്യുമ്പോഴത്തേക്കിന് എത്രത്തോളം നമ്മൾ റിസ്ക് എടുക്കുന്നു, എത്രത്തോളം നമ്മൾ റിവാർഡ് എടുക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ, അതായത് ഒരു ട്രേഡ് എൻട്രി ചെയ്യുന്ന ഒരു കറക്റ്റായിട്ടുള്ള ഒരു രീതി എങ്ങനെയാണെന്ന് അതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ സാധാരണ എടുക്കുന്നത് ട്രേഡിംഗ് വ്യൂ അല്ലെങ്കിൽ ഏത് ബ്രോക്കറിലാണോ ആ ഒരു ബ്രോക്കറിലാണ് ഞാൻ സാധാരണ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മെയിനായിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം പുതിയതായിട്ടാണ് എല്ലാവരും ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, ഡെയിലി മാർക്കറ്റിലെ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളും, അതായത് നാളത്തെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും, അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ലെവൽസ്, അതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോസിൽ നിങ്ങൾക്ക് ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു ലെവലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിൽ ഞാൻ എൻ്റെ ഒരു മാർക്കറ്റ് ഔട്ട്ലുക്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അതായത് ഡെയിലി ഉള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സ്, ഓക്കെ, നാളത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ടൊന്ന് നോക്കാം. ഇത് ഞാൻ ട്രേഡിംഗ് വ്യൂ എന്നൊരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ചാർട്ടും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ ബ്രോക്കർ, ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഫയേഴ്സാണ്. ഫയേഴ്സിലാണ് ഞാൻ ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബ്രോക്കർ, നമ്മളിപ്പോൾ ഏത് ടൈം ഫ്രെയിമിലാണ് എല്ലാവരും ട്രേഡ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ഫ്രെയിം എടുക്കുക. ഞാനപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി നമുക്ക് എങ്ങനെയാണ് ഒരു കറക്റ്റ് റിസ്ക് റിവാർഡിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ള ഒരു ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, ഈ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതിൽ ഇപ്പം എല്ലാ ട്രേഡും നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ഇതില്ല. ബട്ട് നമ്മളെടുക്കുന്ന ട്രേഡ് കറക്റ്റ് റിസ്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതായിരിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ ചിലപ്പം നമുക്കൊക്കെ തുടക്ക സമയത്തും ഒക്കെ നമുക്ക് പറ്റുന്ന ഒരു ഇഷ്യൂ ആണ്. അതായത് ആദ്യത്തെ ദിവസം നമുക്ക് പ്രോഫിറ്റാണ്, ഒരു 2000 റുപ്പീസ് പ്രോഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് 2000 റുപ്പീസ് പ്ലസ്സിൽ നമുക്ക് ലോസ് വരും. ഓക്കെ, അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള പിന്നെ നമുക്ക് കറക്റ്റ് ഒരു റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് നിഫ്റ്റിയാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. നിഫ്റ്റി ഇൻഡെക്സിൽ ഇപ്പം നമുക്കിപ്പോൾ ട്രേഡ് എടുക്കുന്ന ഒരു ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ അല്ലെങ്കിൽ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളതല്ല, കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എങ്ങനെ ഒരു ട്രേഡ് എടുക്കണം എന്നുള്ള രീതിയിലുള്ള ട്രേഡ്സാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മെയിൻലി ഈ നിഫ്റ്റി 50 ഇപ്പം ഞാൻ എടുത്തേക്കുന്നത്, ഇപ്പോൾ നാളെ ഒരു ലെവലിൽ നമുക്കിപ്പോൾ മാർക്കറ്റ് ഇവിടെ വരുന്നു എന്ന് വെച്ചു, ഈ ഒരു പോയിന്റിൽ നമുക്ക് മാർക്കറ്റ് വരുന്നു. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചു, അപ്സൈഡിലോട്ടുള്ള ഒരു വ്യൂ. അപ്പം അപ്സൈഡിലോട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇവിടെ നിന്ന് ബൈ ആണ് നമ്മൾ നാളെ എടുക്കുന്നതെന്ന് വെച്ചു, അപ്പം നമുക്ക് പ്രോപ്പർ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റോപ്പ് ലോസ് കാണുമല്ലോ, സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ആ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണെന്ന് വെച്ചു, ഈ ഒരു ലെവൽ, അല്ലെങ്കിൽ ഈ ഒരു ലെവലാണ് നമ്മൾ റിസ്ക് ആയിട്ട് എടുക്കുന്നത്, അതായത് നമ്മുടെ SL. അപ്പം നമുക്ക് സാധാരണ ഈ ട്രേഡിംഗ് വ്യൂവിൽ ഇവിടെ നമുക്കൊരു ടൂളുണ്ട്, ലോങ് പൊസിഷൻ പ്രൊജക്ഷനകത്ത് തന്നെ ലോങ് ഷോർട്ട് എന്നൊരു 2 ടൈംസ് ഉണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ഇപ്പം ലോങ് പൊസിഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ബൈ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ലോങ് പൊസിഷൻ. ഷോർട്ട് എന്ന് പറയുന്നത് നമ്മൾ അതായത് മാർക്കറ്റ് ഷോർട്ട് ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ ട്രേഡ് എടുക്കുന്ന ഒരു സമയത്ത് നമ്മളെടുക്കുന്ന ഒരു ടൂളാണ് ഷോർട്ട് പൊസിഷൻ്റെ ടൂള്. ഓക്കെ, ഇപ്പം ഞാനിവിടെ എടുക്കുന്ന ഒരു ലോങ് പൊസിഷൻ ടൂളാണ് ലോങ് പൊസിഷൻ. ഓക്കെ, അപ്പം മെയിനായിട്ട് ഇപ്പം നമുക്കൊരു ഇപ്പം എല്ലാം ട്രേഡ് എടുക്കുന്നത് 50 മിനിറ്റ്സിലായിരിക്കത്തില്ല, 5 മിനിറ്റ്സിലോട്ട് നമ്മൾ എടുക്കുന്നു. 5 മിനിറ്റ്സ് നമുക്കിപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് തോന്നുന്നു. അപ്പം നാളെ മാർക്കറ്റ് ഇപ്പം നമുക്ക് ട്രേഡ് ഒരു ആണ് നമുക്ക് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്നത് ഇപ്പം ഈ ഒരു ലെവലിൽ ഒന്ന് ടാപ്പ് ആകുമ്പോഴായിരിക്കും നമ്മൾ എൻട്രി ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ തന്നെ 2 എണ്ണം കണ്ടു, ടാർഗറ്റും ഉണ്ട്, സ്റ്റോപ്പും ഉണ്ട്. അപ്പം ഇതിൽ ഈ ഒരു ബ്ലൂ കളറിലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത്, അതായത് ഈ ഒരു റീജിയനിൽ ഈ ലെവൽ എത്ര പോയിൻ്റാണ് വരുന്നത്, ആ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും, 69 പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലൊക്കെ ആണെങ്കിൽ 69 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. പിന്നെ ടാർഗറ്റ് നമുക്ക് ഇഷ്ടമുള്ള എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ നമുക്ക് ടാർഗറ്റും കാര്യങ്ങളും ഒക്കെ വെക്കാം.
ഓക്കെ, നമുക്ക് മെയിൻ ചിലവരൊക്കെ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിങ് ഹൈ അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് അങ്ങനെ ഏതെങ്കിലും ഏരിയയിലായിരിക്കും വെക്കുന്നത്. മെയിൻലി എല്ലാവരും വെക്കുന്നത് ഒരു അടുത്തൊരു സ്വിങ് ഹൈ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വീപ്പ് ആവുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ട്രേഡ്സാണ് കൂടുതലും ആൾക്കാരും എടുക്കുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ട് ആദ്യമേ നമ്മളിപ്പോൾ ഒരു പൊസിഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു റീജിയനാണെന്ന് വെച്ചു, ഈ ഒരു റീജിയൻ. അപ്പോൾ നമുക്ക് എത്രയാണ് ഈ ഒരു റീജിയനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളെല്ലാം ഹിറ്റാവും. അപ്പം ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ വെക്കാം. ഓക്കെ, ഈ ഒരു ലെവൽ ടാർഗറ്റും വെക്കാം. ഈ ഒരു ലെവൽ ടാർഗറ്റ് വെക്കുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ഈ ഒരു ലെവലിൽ തന്നെ ടാർഗറ്റും കാര്യങ്ങളും വെക്കുകയും ചെയ്തു. സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഈ ഒരു റീജിയനിൽ തന്നെ വെക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ റിസ്ക് റിവാർഡ് എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ 1:9, അതായത് 1:1.9, നിയർലി ഒരു 1:2 റിസ്ക് റിവാർഡാണ് ഈ ഒരു ട്രേഡ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ ഒരു പ്രീമിയം ബൈ ചെയ്യുമ്പോഴത്തേക്കിന് എത്ര പോയിൻ്റാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത്, അല്ലെങ്കിൽ എത്ര പോയിൻ്റ് നമുക്ക് ടാർഗറ്റ് എടുക്കണം ഈ ലെവൽ വരുമ്പോഴത്തേക്കിന്, അത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രോക്കറിലും ഉണ്ട് ഓപ്ഷൻ ചെയിൻ. ഓക്കെ, ഓപ്ഷൻ ചെയിൻ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനപ്പോൾ ഓപ്ഷൻ ചെയിനെക്കുറിച്ച് നല്ലൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരാം. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻ ചെയിൻ വരുമ്പോഴത്തേക്കിന് ഞാൻ 5S ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിഫ്റ്റിയാണ് കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്, നിഫ്റ്റി. ഓക്കെ, നിഫ്റ്റിയിൽ ഓപ്ഷൻ ചെയിൻ എടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് 3 സ്ട്രൈക്ക് പ്രൈസ് കാണും. അതായത് ഒന്ന് ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി, പിന്നെ നമുക്ക് വരുന്നത് ഏതാണ് അറ്റ് ദ മണി. ഓക്കെ, ഈ ഒരു 3 സ്ട്രൈക്കിൽ നമ്മൾ മെയിൻലി എല്ലാവരും ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞത് ഇപ്പോൾ മാർക്കറ്റിൽ ഇവിടുന്ന് ആ ഒരു സ്പോട്ടിൽ നിന്ന് കയറും, അതായത് അപ്സൈഡിലോട്ട് പോകും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെടുക്കുന്ന സ്ട്രൈക്ക് കൂടുതലും എന്താണ് അറ്റ് ദ മണി സ്ട്രൈക്കുകളാണ് നമ്മളെടുക്കുന്നത്. ഇൻ ദ മണി എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഏറ്റവും അകത്ത്, അതായത് ഇൻസൈഡിൽ നിൽക്കുന്നത്, അതായത് അറ്റ് ദ മണിക്ക് താഴെ. ഓക്കെ, അങ്ങനത്തെ സ്ട്രൈക്ക്. പിന്നെ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത് മാർക്കറ്റ് നല്ലൊരു അപ്സൈഡ് റാലി നടക്കും. ഒരു ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു 500 പോയിൻറ്റ്സ് അപ്സൈഡ് പോകും. അപ്പോൾ നമ്മളൊരു 500 പോയിൻറ്റ്സ് അവേ ഫ്രം ദ അറ്റ് ദ മണി എടുത്തിട്ട് അത് ഇൻ ദ മണി, അത് ഔട്ട് ഓഫ് ദ മണി ആകും. അത് നമുക്ക് ഔട്ട് ഓഫ് ദ മണി ട്രേഡ് എടുക്കുമ്പോഴത്തേനും അതെന്താണ്, അത് അറ്റ് ദ മണി ആകും എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്ന ട്രേഡാണ് ഔട്ട് ഓഫ് ദ മണി ട്രേഡ്സൊക്കെ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കണ്ട. അപ്പോൾ ഇപ്പം നമുക്ക് മെയിൻലി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ റിസ്ക് റിവാർഡിൽ നമ്മൾ സാധാരണ എങ്ങനെ ട്രേഡ് എടുക്കും എന്നുള്ളതാണ്. ഇപ്പം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ടോ, 24,550, അതാണ് ഇപ്പം നമ്മുടെ ഒരു അറ്റ് ദ മണി പൊസിഷൻ, അറ്റ് ദ മണി സ്ട്രൈക്ക്. ഓക്കെ, ഈ ഒരു ബ്ലൂ ഹൊറിസോണ്ടലിൽ. അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിൽ ഇപ്പം 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് കോൾ ഓപ്ഷനും ഉണ്ട്, ഒന്ന് പുട്ട് ഓപ്ഷനും ഉണ്ട്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ ലോങ് അല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ എടുക്കുന്ന ബൈ പൊസിഷൻ ഏതാണ്, 24,550 CE ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, 24,550 CE എടുക്കുന്നു. അപ്പം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെൽറ്റ നോക്കണം. ഡെൽറ്റ 24,550യുടെ ഡെൽറ്റ എന്ന് പറയുന്നതാണ് 0.49. അറ്റ് ദ മണിയിലുള്ള സ്ട്രൈക്കിൻ്റെ എല്ലാത്തിൻ്റെയും ഡെൽറ്റ എന്ന് പറയുന്നത് 0.5, അപ്രോക്സിമേറ്റ് 0.5. എക്സ്പയറി ദിവസം 0.1 ആവും. 0.1 അല്ല 1 ആവും. ഓക്കെ, 1. അപ്പം ഈ ഡെൽറ്റ വാല്യൂ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഡെൽറ്റ വാല്യൂ ഇവിടെ 0.49 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സ്പോട്ട് ചാർട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന SL എത്രയാണ്, ഇവിടെ എടുത്തേക്കുന്ന SL എത്രയാണ്, ഇവിടെ എടുത്തേക്കുന്ന SL എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ എത്രയാണ്, 43 പോയിൻറ്റ്സ് ആണ്. 43 പോയിൻറ്റ്സ്. നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഏതാണ്, 24,550. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഞാൻ എഴുതി, 24,550 എന്ന് പറയുന്നത് 550 CE ആണ് നമ്മൾ ബൈ ചെയ്യുന്നത്. ഓക്കെ, 24,550 CEയുടെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്. അത് ജസ്റ്റ് നമുക്ക് നോക്കാം. 24,550 CEയുടെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ലാസ്റ്റ് LTP 222, അതായത് 222. അതാണ് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസിൻ്റെ വാല്യൂ. അപ്പം നമുക്ക് അതിൻ്റെ ഒരു അറ്റ് ദ മണി ഉള്ളത് 222. ഓക്കെ, 222 ആണ് ഇതിൻ്റെ പ്രീമിയം വരുന്നത്. ഓക്കെ, 222 ആണ് ഇതിൻ്റെ പ്രീമിയം വരുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന 2 കാര്യം എന്താണ്, ടാർഗറ്റ് എത്രയാണ്, സ്റ്റോപ്പ് ലോസ് എത്രയാണ് എന്നുള്ളതല്ലേ നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ടാർഗറ്റും എങ്ങനെ സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, ടാർഗറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് പറയുന്നത്, ടാർഗറ്റ് നോക്കുമ്പോഴത്തേക്കിന് ഓക്കെ, നമുക്ക് അടുത്തത് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തു.
ടാർഗറ്റ് എത്രയാണ്, സ്റ്റോപ്പ് ലോസ് എത്രയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ടാർഗറ്റ് എത്രയാണ് നമുക്ക് ഇതിലെ പോയിൻ്റ് വന്നേക്കുന്നത്, 83 പോയിൻറ്റ്സ് ആണ് ടാർഗറ്റ് വന്നേക്കുന്നത്, സ്റ്റോപ്പ് ലോസ് 43. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. ടാർഗറ്റ് എത്രയാണ്, 83 പോയിൻറ്റ്സും സ്റ്റോപ്പ് ലോസ് എത്രയാണ് നമുക്ക് വരുന്നത്, 42 പോയിൻറ്റ്സുമാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നേക്കുന്നത്. ഓക്കെ, ടാർഗറ്റും സ്റ്റോപ്പ് ലോസും എത്രയാണ്, ഇത് നമ്മൾ സ്പോട്ട് ചാർട്ടിലെ കാര്യമാണ് ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത്. സ്പോട്ട് ചാർട്ടിലെ ടാർഗറ്റ് എത്ര പോയിൻ്റ് ആണെന്നും സ്പോട്ട് ചാർട്ടിലെ സ്റ്റോപ്പ് ലോസ് എത്ര പോയിൻ്റ് ആണെന്ന് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഓക്കെ, ഈ 24550 CEയുടെ പ്രീമിയം വാല്യൂ എന്ന് പറയുന്നത് 222 ഇത്രയാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ ചാർട്ടിൽ എങ്ങനെ സ്റ്റോപ്പ് ലോസും എങ്ങനെ ടാർഗറ്റും സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഇത് നോക്കുമ്പോഴത്തേക്കിന് ഇവിടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ് നമ്മൾ വെച്ചേക്കുന്നത്, 43 പോയിൻറ്റ്സ് ആണ്. 43. ഓക്കെ, അപ്പോൾ 43 പോയിൻറ്റ്സ് ആകുമ്പോഴത്തേക്കിന് നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് എന്ന് പറയുന്നത് 24550 CE ആണ്. 24550 CEയുടെ ഡെൽറ്റ എന്ന് പറയുന്നത് എത്രയാണ്, 0.49. ഓക്കെ, 0.49 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ട്രൈക്കിൻ്റെ ഡെൽറ്റ. അപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്ര വരും എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.49 ഇൻറ്റു ആ ഡെൽറ്റ വാല്യൂ ഇൻറ്റു നമ്മൾ എത്ര പോയിൻ്റാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്, 42 പോയിൻറ്റ്സ്. ഓക്കെ, 42 പോയിൻറ്റ്സ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അപ്പോൾ 20. ഓക്കെ, 20. അപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണ് വരുന്നത്, അതായത് ഓപ്ഷൻ ചാർട്ടിൽ എത്രയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്, 20 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സ്റ്റോപ്പ് ലോസ് നമുക്ക് വരുന്നത് 20, അതായത് 222 പ്രീമിയമുള്ള സ്ട്രൈക്ക് നമ്മൾ ബൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 200 ആണ്. ഓക്കെ, നിയർലി 200 എന്ന് പറയാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എന്താണ്, അടുത്തത് നമ്മുടെ ടാർഗറ്റാണ് 83 പോയിൻറ്റ്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. 83 ഇൻറ്റു നമ്മുടെ ഡെൽറ്റ എത്രയാണ്, 0.49 ഡെൽറ്റ വരുമ്പോൾ എത്രയാണ്, 40 പോയിൻറ്റ്സ് ആണ് നമുക്ക് വരുന്നത്, 40. ഓക്കെ, അതായത് നമുക്ക് മിനിമം 40 പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. മിനിമം 40 പോയിൻറ്റ്സ് നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, മിനിമം 40 പോയിൻറ്റ്സ് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു. ടാർഗറ്റ് ഓപ്ഷൻ ചാർട്ടിൽ എത്രയാണ് നമുക്കപ്പോൾ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെക്കുന്നത്. ഓക്കെ, ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ കാണുക. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഒരു ടാർഗറ്റ് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം മെയിനായിട്ട് നമുക്ക് അതായത് ഇത് നമ്മുടെ ചാർട്ടിൽ ഇവിടുന്ന് നമ്മൾ ബൈ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു എപ്പോഴും മാർക്കറ്റ് പോകുന്നതെന്ന് പറയുന്നത് ഒരു ഹൈ ലോ ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. ഓക്കെ, മാർക്കറ്റ് അപ്പോൾ ഇവിടെ വന്ന് ടാപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് അറ്റ് ദ മണി തന്നെയാണോ, അല്ല, ഇൻ ദ മണിയാണ്. അപ്പോൾ അതിൽ ഡെൽറ്റയുടെ വാല്യൂ ചേഞ്ച് ആവും. അതായത് 0.5 കൂടുതലായിരിക്കും നമുക്ക് എന്താണ് വരുന്നത്, ഡെൽറ്റയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ 0.5 കൂടുതലില്ല. അപ്പോൾ നമുക്ക് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ പോയാലും ഒരു 40 പോയിൻറ്റ് പ്ലസ് നമുക്ക് പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു അതായത് പ്രോപ്പർ റിസ്ക് റിവാർഡുള്ള ഒരു ട്രേഡ് എങ്ങനെ എടുക്കണം എന്ന് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇങ്ങനെ നമുക്കിപ്പം മെയിനായിട്ട് ഇതിപ്പോൾ അറിയാതെ കുറേ ആൾക്കാർ ചുമ്മാ സ്ട്രൈക്ക് ചൂസ് ചെയ്ത് ബൈ ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ലോസും അങ്ങനെ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി കഴിഞ്ഞ് ജസ്റ്റ് ഒരു 1 മന്ത് ഒന്ന് ട്രേഡ് ചെയ്ത് നോക്ക് ഈ ഒരു ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സ്റ്റോപ്പ് ലോസും കറക്റ്റ് ടാർഗറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് ഒരു പ്രോപ്പർ റിസ്ക് റിവാർഡ് മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളപ്പോൾ ഈ ഒരു ട്രേഡിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതിലും ഒരെണ്ണം ഹിറ്റ് ആവാതെ ഒരിക്കലും നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഇറങ്ങരുത്. ഓക്കെ, എക്സിറ്റ് അടിച്ച് പോകരുത്. അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നു, ഓക്കെ മാർക്കറ്റിൽ അപ്പ് സൈഡിലോട്ട് പോകത്തില്ല, കൺസോൾട്ടേഷനാണ്, അപ്പോൾ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റമാണ് വരാൻ പോകുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് അടിക്കാം. ഓക്കെ, അതാണെങ്കിൽ തന്നെ നമുക്ക് പ്രോപ്പർ റിസ്ക് റിവാർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എക്സിറ്റ് അടിച്ച് മാറാം. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ ഒരു ട്രേഡിൽ എൻട്രി ആയി ജസ്റ്റ് ഒരു ഗ്രീൻ കണ്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എക്സിറ്റ് അടിച്ച് മാറരുത്. ഒരു ട്രേഡിൽ എൻട്രി ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ ഒരു സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീമിയം ചാർട്ടിൽ, അതായത് ഓപ്ഷൻ ചാർട്ടിൽ എങ്ങനെയാണ് നമ്മുടെ സ്പോട്ട് ചാർട്ടിൽ കമ്പയർ ചെയ്ത്
ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസാണ് ഞാനപ്പം എല്ലാ സൺഡേയിലും ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം വേണ്ടുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചുള്ള ടോപ്പിക്സ് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പം മൺഡേയിൽ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് ട്രേഡും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡെയിലി പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എടുക്കുന്ന ട്രേഡ്സ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പം ഞാനപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഷുവറായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആരെങ്കിലും ട്രേഡിങ്ങിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ട്രേഡ് റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നുമല്ല, ഒരു പ്രോപ്പർ റിസ്ക് റിവാർഡ് മാനേജ്മെൻറ്റിൽ എങ്ങനെ ഒരു ട്രേഡ് എടുക്കണം എന്നുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം സി യു ട്രേഡേഴ്സ്. അപ്പം മൺഡേയിൽ നമുക്ക് കാണാം. നാളെ ട്രേഡിംഗ് സെഷൻ ഉണ്ട്. അപ്പം നാളെ ട്രേഡിംഗ് അവേഴ്സിൽ നമുക്ക് മാർക്കറ്റിൽ ആ ഒരു ടൈമിൽ ട്രേഡിംഗ് സെഷൻ നല്ല ലൈവ് ട്രേഡ്സ് എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.